നമ്മുടെ ആ ഒരു ചോർച്ചാ സിദ്ധാന്തം ടാസ്കിൽ ഏറ്റവും അവസാനം വന്നത് ജിൻഡോയും സായിയും സിജോയും നന്ദനയാണല്ലോ. ആ സമയത്ത് നന്ദനയ്ക്ക് എങ്ങനെയും ഒരു പോയിന്റ് നേടിക്കൊടുക്കണം എന്നുള്ള ആങ്ങളന്മാരുടെ ആ ഒരു ഇനിഷ്യേറ്റീവിനെ പറ്റി ജിൻഡോ ഇപ്പൊ ലൈവിൽ ഋഷിയോട് പറയുന്നുണ്ടായിരുന്നു. ഒരു വിമർശനമായിട്ടാണ് ജിൻഡോ ഇത് പറയുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായം തന്നെയാണ് ജിൻഡോ പറയുന്നത്. ഗെയിമിൽ ഇത്രയും നന്മയൊന്നും പ്രേക്ഷകർ ഒരിക്കലും അംഗീകരിക്കില്ല. സായി ജയിക്കേണ്ട ടാസ്ക് ആണ് അത്. എത്രയൊക്കെ ചേട്ടായിമാരാണ് പെങ്ങളാണ് എന്ന് പറഞ്ഞാലും ഗെയിം വരുമ്പോൾ നല്ല അന്തസ്സായിട്ട് അത് കളിച്ച് ജയിക്കാൻ നോക്കണം. ജയിക്കാൻ അവന് ഒരു ആഗ്രഹവുമില്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റ് തീരെയില്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഈ പരിപാടി കാണിക്കില്ലായിരുന്നു എന്നൊക്കെ ജിൻഡോ ഋഷിയോട് പറയുന്നുണ്ട്. ജിൻഡോ പരാജയപ്പെട്ടതിലുള്ള വിഷമമാണ് എന്ന് പറയരുത് ആരും. കാരണം പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം പരമാവധി പുള്ളി ചെയ്തു. എന്നിട്ട് ഗ്രൂപ്പുകളിൽ എന്തേലും ആട്ടെ എന്ന് വെച്ച് സൈ ഇട്ട് മാറിക്കൊടുത്ത പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ജിൻഡോയും മനസ്സിലാക്കുന്നുണ്ട്. നന്ദനയ്ക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ മാറിക്കൊടുക്കാം എന്ന് ജിൻഡോ പറഞ്ഞു. മാറിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണല്ലോ 3 പേരും ജയിച്ചത്. 3 പേരും കളിച്ച കളി അൺഫെയർ ആണെന്ന് പറയാനുള്ള എല്ലാ അവകാശവും ജിൻഡോയ്ക്കുണ്ട്. അത് ജിൻഡോയും കൂടി ബാധിച്ചുകൊണ്ടാണ് ജിൻഡോ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ജിൻഡോ ഋഷിയോട് പറഞ്ഞതെന്ന് അടിവരയിട്ട് പറയാം. ജിൻഡോയുടെ ഈ ലെവല് ഓഡിയൻസ് ഗെയിം കാരണമാണ് അയാൾക്ക് ഇത്രയും പ്രേക്ഷകരുടെ പിന്തുണ എങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് സായി അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. സായിയുടെ തങ്കച്ചിപ്പാസം പോയിട്ട് സൈക്കോത്തരം കാണിച്ച് മാസാക്കാൻ നോക്കിയിട്ട് പോലും അത് വിജയിക്കുന്നില്ല. പുറത്ത് എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല. ഇത് ഇതിനെ കൊണ്ട് മെനയാവുന്നില്ല. പ്രേക്ഷകരെ പൾസ് അറിഞ്ഞ് വേണം കളിക്കാൻ എന്ന് ജിൻഡോയെ പോലുള്ളവര് എല്ലാ സീസണിലും തെളിയിക്കാറുണ്ട്.